ഇപ്പോൾ SSLCക്ക് പഠിക്കുന്ന ഒരുപാട് കുട്ടികളും അവരുടെ പാരൻസും ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എന്താ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയുള്ളത്. അങ്ങനെയുള്ള മുഴുവൻ ഡൗട്ടും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇന്ന് എൻ്റെ കൂടെ എന്താണ് മിസ്റ്റർ ബിലാൽ ഉണ്ട്. മിസ്റ്റർ ബിലാൽ അല്ല, ഡോക്ടർ ബിലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു MBBS. ആൻഡ് ബിലാലിൻ്റെ മെഡിക്കൽ എൻട്രൻസ് റാങ്ക് 38 ആയിരുന്നു. അതേപോലെ തന്നെ നിഷാദ് സാർ ഉണ്ട്. നിഷാദ് സാർ IIT മദ്രാസിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ വെൽക്കം. ആൻഡ് ഇവർ രണ്ടാളും എഡ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ് ആണ്. ഇത് ബയോളജി ആൻഡ് മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂള് ഇഴകീറി പരിശോധിക്കാം. ഫസ്റ്റ് ബിലാൽ, എന്താ ശരിക്കും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ? ഇപ്പൊ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇതൊരു മെയിൻ ട്രെൻഡ് ആട്ടോ. കേരളത്തിന്റെ പുറത്ത് എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു മെയിൻ ട്രെൻഡ് ഇൻ്റഗ്രേറ്റഡ് അല്ലേ? അല്ല, ഞാനൊക്കെ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നീറ്റ് JEE ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികൾ +1 +2 ഏതെങ്കിലുമൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. അവിടെ അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. ആൻഡ് എവിടെയെങ്കിലൊക്കെ ട്യൂഷന് പോകും ചിലപ്പോൾ. അങ്ങനെ ട്യൂഷനൊക്കെ പോയി +2 ഒരു മാർക്ക് വാങ്ങുന്നു. അതിനുശേഷം +2 കഴിഞ്ഞ് നീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു കൊല്ലം, ഇപ്പോൾ ഒരു കൊല്ലമല്ല 2ഉം 3ഉം കൊല്ലം റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നീറ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1ലെയും +2 ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നീറ്റിന്റെ കേസ് ആകുമ്പോൾ +1ലെയും +2ലെയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഇനിയിപ്പോൾ JEE ആണെങ്കിലോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്ക് പകരം മാത്സ് ആണ്. അപ്പോൾ ഇവരത് +1 +2 ജസ്റ്റ് സ്കൂൾ ലെവലിൽ ട്യൂഷൻ ലെവലിൽ പഠിച്ചിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ 3 സബ്ജക്ട് 2 വർഷം പഠിച്ചത് ഒരു വർഷം കൊണ്ട് പഠിക്കാം. ഒരു വർഷം കൊണ്ട് വളരെ എന്താ പറയുക ഡീപ്പായിട്ട് പഠിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നീറ്റിന്റെ കേസിൽ ഒരു വർഷമല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെയാണ്. ഇത്രയും തവണ പഠിച്ചിട്ടാണ് എൻട്രൻസ് എഴുതുന്നത്. ഇപ്പൊ JEEയുടെ കേസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ആകെ 2 വർഷം 2 അറ്റംപ്റ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ ഓഫ് പാസിംഗ്. +2 പഠിക്കുമ്പോഴും അതിന്റെ പഠിക്കുന്നതിന് കൂടെയും ഒരു വർഷം, അതിന്റെ തൊട്ടടുത്ത വർഷം JEE മെയിൻ എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടെ എഴുതാം. പക്ഷെ അഡ്വാൻസിൽ കൃത്യം 2 ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ രീതിയിലൊന്നും ഇങ്ങനെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടൊന്നും പഠിക്കാതെ ഒരു ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ടൊക്കെ പഠിച്ചു പോയ ഒരു കുട്ടിക്ക് ആ വർഷം എൻട്രൻസ് എഴുതുമെങ്കിലും അത് അത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് എഴുതുന്ന കുട്ടിക്ക് തന്നെ അറിയത് കിട്ടുമെന്നില്ല എന്നുള്ള ആ രീതിയിലാണ് എഴുതുക. അപ്പൊ ഇഫക്റ്റീവ്ലി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ 2 ചാൻസ് ഉള്ളത് ഒരു ചാൻസ് ആയിട്ട് കുറയും. ആദ്യത്തെ ചാൻസ് നമുക്ക് ഒരു ചാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം നമുക്ക് സ്കൂളിൽ പഠിക്കുന്നത് എൻട്രൻസ് ഓറിയന്റഡ്. ഞാൻ പറഞ്ഞു വരുന്ന അതാണ്, ഇതേ സാധനം എന്താ പറയാ നമ്മുടെ കുട്ടികൾ ഈ വർഷം കളഞ്ഞു ചെയ്യുന്നത് ഇന്റഗ്രേറ്ററിൽ. എന്താ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഇന്റഗ്രേറ്ററിൽ സംഭവിക്കുന്നത് ഇതിനെ നമ്മൾ ആ ഒരു ഫുൾ ഡെപ്തില് ആ ഒരു എൻട്രൻസിന് എങ്ങനെ പഠിക്കണം എന്നുള്ള ഡെപ്തിൽ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന കാര്യമാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ സംഭവിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിന് തുല്യമാണല്ലോ സ്കൂൾ പഠിക്കുന്നത്. കാരണം +1ലൊക്കെ കറക്റ്റ് എന്താണ് എൻട്രൻസ് ലെവലിലാണ്, നീറ്റ് ആണെങ്കിൽ നീറ്റ് ലെവലിൽ, JEE ആണെങ്കിൽ JEE ലെവലിലാണ് ഫുൾ പോർഷൻസ് പഠിപ്പിക്കാം. +2ലുണ്ടാവും നേരത്തെ പോർഷൻസ് തീർക്കും, നേരത്തെ എന്താണ് നമ്മൾ റിവിഷൻ തുടങ്ങും. നമ്മുടെ സ്കൂളിൽ തന്നെ അത്യാവശ്യം ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് സ്കൂൾ പഠിച്ചതുകൊണ്ട്. MBBS ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും NITയിലും IITയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്താ സംഭവിക്കാം? ഒരു ഇതെങ്ങനെയായിരിക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ഒരു ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളുകളിലെ ഒരു വലിയ പ്രശ്നം എന്താ, സ്കൂളുകളിൽ നമ്മൾ സ്കൂളിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ സ്കൂളുകളിൽ നമ്മൾ വേറെ ആർജിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യലൈസേഷൻ ഉണ്ട്, ആർട്സിന് പോകുന്നു, സ്പോർട്സിന് പോകുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ നടക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ 60 70 കുട്ടികളുള്ള ക്ലാസ്സുകളായിരിക്കും. ആ ക്ലാസ്സിൽ ഒരു 40 കുട്ടികൾ പഠിക്കാൻ വേണ്ടിയേ വരുന്നവരാവില്ല. അപ്പൊ അധ്യാപകർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് സ്കൂളുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധാരണ ലെവലിലുള്ള ഒരു പഠിപ്പ് മാത്രം നടക്കുന്നു. പിന്നെ നമ്മുടെ ബോർഡ് എക്സാമിന് മേ ബി ദാറ്റ് ഈസ് ഇനഫ്. പക്ഷെ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷന് നമ്മളെ കുട്ടികൾ ഫിറ്റ് ആവുന്നില്ല. ആ ഒരു പഠിത്തം പെർഫെക്റ്റ് ആയിട്ടെങ്കിൽ പോലും. ബിലാൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് അല്ല. അതായത് പല ടൈപ്പ് കുട്ടികളായിരിക്കും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാനാവില്ല, ഒരു സ്കൂൾ ഒരു സാർക്ക് ഇപ്പൊ ഒന്ന് ഡെപ്തിൽ പഠിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കുറ്റം പറഞ്ഞോട് കാര്യമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്കൂളുകളിൽ നടക്കുന്നത് ആ ഒരു പെരിഫറി, അതായത് ഇപ്പൊ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്, നീറ്റിന് ഈ ഒരു ലെവലാണ് ചോദിക്കുന്നെങ്കിൽ സ്കൂളിൽ ഈ ഒരു ലെവലാണ്, ബോർഡ് എക്സാമിന് ഒരു പരിധി വരെ സ്കൂൾ വിഭാവനം ചെയ്യുന്ന കരിക്കുലത്തിന്റെ മാക്സിമം എത്തിയാൽ പോലും ഒരു കുട്ടി നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലേക്ക് ഫിറ്റ് അല്ല, അടുത്ത് പോലും എത്തൂല. അതാണ് കറക്റ്റ്. അതായത് അവിടെ എന്താ പറയാ, ബോർഡ് എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും, അതിന്റെ മുകളിൽ ഒരു ട്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ റെഡിയാവും. പക്ഷെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ ആ ഡെപ്ത് പോലെ ഇപ്പൊ എത്രത്തോളം ഇവർക്കൊക്കെ അറിയായിരിക്കും. നിങ്ങളിപ്പം USS അല്ലെങ്കിൽ NMMS അതൊക്കെ ശരിക്കും നിങ്ങൾ 7ാം ക്ലാസ്സിലെ ടോപ്പിക് തന്നെയാണ് ശരിക്കും USSൽ വരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഡെപ്തിലുണ്ട്.
അപ്പം അതേപോലെ തന്നെയാണ് ഈ നീറ്റിന്റെയും ജെയുടെയും കേസിൽ വരുന്നുണ്ടാവും അല്ലെ? അതെ. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം, കേരള ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും മാർക്ക് കിട്ടുന്ന ഒരു എക്സാം ആണ്. അതിന്റെ ഒരു റിസൾട്ട് എന്താണ് നമ്മൾ കുട്ടികൾക്ക് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് വെച്ചാൽ, മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ മാർക്ക് വാങ്ങുന്നില്ല എന്നുള്ള വളരെ ബാക്കിലാണ് അല്ലെ. ഇപ്പൊ ജെയുടെ കേസ് നേരത്തെ നിഷാദ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1% കുട്ടികളാണ് കേരളത്തിൽ നിന്ന് മൊത്തം IIT-കളിലേക്ക് പോകുന്നത്. എയിംസിന്റെ കേസിൽ വിരലിൽ എണ്ണാവുന്ന കുട്ടികളുള്ളൂ. ചില വർഷങ്ങളിലൊക്കെ 1-2 അല്ല, പക്ഷേ ഈ മെഡിക്കലിന്റെ കേസിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ കയറുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ കയറുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ ആ കുട്ടികൾ 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത് കയറുന്ന കുട്ടികളാണ് മഹാഭൂരിഭാഗം MBBS-ലേക്ക് എത്തുന്നത്. പക്ഷെ അതിലെ ടോപ്പ് റാങ്കേഴ്സിനെ നോക്കി അവർ ഓൺഗോയിങ് ആണ്. ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ടോപ്പ് റാങ്കേഴ്സ്. പ്ലസ് ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു, ഇപ്പൊ നാഷണൽ ലെവലിൽ തന്നെ 30% കുട്ടികളും ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. ഓൺഗോയിങ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന റിസൾട്ട് മുഴുവൻ ആക്ച്വലി ഇന്റഗ്രേറ്റഡ് ആണ്. സാധാരണ സ്കൂളുകളിൽ പോകുന്ന കുട്ടി എന്തായാലും വളരെ എന്താ പറയുക, റയറസ്റ്റ് ഓഫ് ദ റയർ കേസസ് ആണ്. ഇതില് ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ +2 പരീക്ഷ എന്ന് പറയുന്നത് ശരിക്ക് ബോർഡ് എക്സാം ആണ്. ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ബാക്കിയുള്ളവൻ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്തല്ല, നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എ കോമ്പറ്റീറ്റീവ് എക്സാം, എൻട്രൻസ് എക്സാമിൽ ഇപ്പൊ നീറ്റ് ആയിക്കോട്ടെ, JEE, അതൊരു മത്സര പരീക്ഷ, പേര് തന്നെ ഉണ്ട്. നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് നമ്മൾ പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, റിലേറ്റീവ് ആണ്. അപ്പം ഇവിടെയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ മെച്ചവും വരുന്നത്. അതായത് +1 +2 കാര്യമായിട്ടൊന്നും നോക്കാതെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ഒരു കുട്ടിയും +1-ലും +2-ലും കൂടെ 2 വർഷം ഇതിൽ ഡെപ്തിൽ പഠിച്ച ഇന്റഗ്രേറ്റഡ് സ്കൂൾ JEE റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കുട്ടി ആക്ച്വലി ഒരു ജൂണിലൊക്കെ ആയിരിക്കും ക്ലാസ് തുടങ്ങുക. ജാനുവരിയിൽ തന്നെ പരീക്ഷ വരികയാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ടാണ് ഈ 2 വർഷത്തെ സിലബസ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി പഠിക്കേണ്ടി വരുന്നത്. അതുവരെ ഡെപ്ത് ഭയങ്കര. അതേസമയം ഇന്റഗ്രേറ്റഡ് സ്കൂളിലാകുമ്പോൾ 6 മാസത്തിന് പകരം 2 വർഷമാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ടൈം ഓൾമോസ്റ്റ് 4 ടൈംസ് ആവുന്നുണ്ട്. ഡബിൾ ടൈം അല്ല. ഇപ്പൊ നമ്മളെ കേസിലൊക്കെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് നമ്മുടെ ആയിക്കോട്ടെ, ബാക്കി എല്ലാവർക്കും എന്തായിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 99% മുകളിൽ കിട്ടിയിട്ടുണ്ട്, സൽമാനും സുഹേലിനൊക്കെ. അപ്പം ഈ ഒരു അഡ്വാൻറ്റേജ് തന്നെ അവർക്ക് അത്യാവശ്യം നല്ലൊരു സമയം പ്രാക്ടീസ് ചെയ്യാൻ. ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി പഠിക്കുന്ന അത്ര മരിച്ചു പഠിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ്, ഒരു ഡെപ്തിൽ വളരെ സമയം എടുത്ത ഉടനെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ കിട്ടുന്ന വേറെ വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എൻവയോൺമെന്റ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻവയോൺമെന്റ് ഓഫൺ മാറ്റേഴ്സ് മോർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മോട്ടിവേഷൻ. അതെ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആളുകൾ എങ്ങനെയാണോ നമ്മൾ അതേ നിലവാരത്തിലായിട്ട് മാറുന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളുടെ പ്രത്യേകത. അവിടെ പഠിക്കുന്ന കുട്ടികൾ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ സിസ്റ്റം, സംവിധാനം എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളുള്ള കുട്ടികളായിരിക്കും ചുറ്റും ഉണ്ടാവുക. IIT, NIT, ISER, അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളുള്ള ആളുകളായിരിക്കും. അത്തരത്തിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും, അവരുടെ ഇന്ററാക്ഷൻ അവരുമായിട്ടായിരിക്കും. അപ്പൊ എത്രയൊക്കെ അലമ്പ്, അതായത് നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചിലര്, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് അലമ്പായിരുന്നു. റംഷാദൊക്കെ തന്നെ പറയാറുണ്ട്, ട്രാക്കിലൊക്കെ. അപ്പം ശരിക്കും +2 മുതൽ അവനെ ശരിക്കും സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. അവനിപ്പം ഗവൺമെന്റ്. അതെ, അപ്പൊ അങ്ങനെ ഏതൊരു ലെവലിലുള്ള കുട്ടിയായാലും അവൻ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നതോടുകൂടി അവന്റെ എൻവയോൺമെന്റ് മാറുകയാണ്, അവൻ ഈ ഒരു പഠനത്തിന്റെ മോഡിലേക്ക് വരികയാണ്. ആ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ പ്രൈമറി USP എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കുട്ടി പഠിക്കാൻ മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും പഠിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ അറിയാതെ അതിന്റെ കൂടെ അങ്ങനെ പഠിച്ച്. ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കൂള് റെസിഡൻഷ്യൽ വേണോ അല്ലെങ്കിൽ ഡേ സ്കോളേഴ്സ് വേണോ എന്നുള്ളത്. ഞാനത് എപ്പോഴും റെസിഡൻഷ്യലിനെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ശരിക്ക് ഒരു എൻട്രൻസ് പഠിക്കല്ലേ, എന്ത് പഠനമാണെങ്കിലും 2 പാർട്ട് ഉണ്ട്. ഒന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും, അതേപോലെ തന്നെ പിന്നെ വീട്ടിൽ പോയിട്ടല്ലേ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കും. ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ സ്വന്തമായി പഠിക്കും. അപ്പൊ ആ സ്വന്തമായി പഠിക്കുന്ന ഇടത്തിലാണ് ഇതിന്റെ മാക്സിമം കാര്യം. അല്ല, അത് തന്നെയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. വീട്ടിൽ പോകുമ്പോൾ എൻവയോൺമെന്റ് മാറി. കാരണം എന്താ, ചിലപ്പോൾ ഉപ്പയും തമ്മിൽ അവിടെ നിന്ന് അടിയുണ്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് മാത്രമല്ല ഈ പാരന്റ്സിന്റെ ഫോൺ അവർക്ക് അവൈലബിൾ ആവും. അതുവഴി ഒരുപാട് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ റംഷാദ് ടീമിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയില്ല, അവര് പരസ്പരം ഡിസ്കസ് ചെയ്ത് അവരുടെ ഫുൾ ടൈം ഡിസ്കഷൻ എന്താണ്, ഇൻസ്റ്റാഗ്രാമിലെ നാളത്തെ റീലല്ല, ഓരോ ഡിസ്കഷൻ ഇന്നലത്തെ എക്സാമിനെ കുറിച്ചാ. അതായത് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ JEE ക്വസ്റ്റ്യൻ ആൻസർ, ഇപ്പൊ നീറ്റിലെ കുട്ടികളാണെങ്കിൽ JEE ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഒരു മാസത്തോളം നമ്മൾ ഈ ഫോൺ ഒന്നും കാണാതായി കഴിഞ്ഞാൽ തന്നെ അതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ മാറി നമ്മൾ വേറൊരു ലോകത്തേക്ക് വരും. മാറുമ്പോ തന്നെ തുടക്കത്തിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ കുട്ടികളൊക്കെ കാണാതെ. പക്ഷെ എന്താ വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് എന്തില്ല
അവർക്കൊന്നും അറിയില്ല. മറ്റേ സിനിമ അവരുടെ ഇൻട്രസ്റ്റ് തന്നെ മാറിപ്പോകും. നസീർ മരിച്ചത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ ആ പിയർ ഗ്രൂപ്പ്, അതെ, അതായത് ഇപ്പം നമ്മളിപ്പോഴത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയും, അതായത് ഒരു ചോദ്യം ചോദിക്കും, അപ്പൊ ഉത്തരം കിട്ടൂല, പെട്ടെന്ന് ചിലപ്പോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യാ സാധനം അത്ര വേഗം വിളിച്ചാൽ. അപ്പം ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇപ്പൊ പല പാരന്റ്സ് ഇപ്പം ഓൾമോസ്റ്റ് ശരിക്കും ഇത് ഭയങ്കര ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. അപ്പം ഓൾമോസ്റ്റ് എന്താണോ ട്യൂഷൻ ഫീ അത്ര തന്നെ ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് 2 വർഷം ലാഭിക്കാന്നുള്ള രീതി ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപയോളം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ചെയ്യും, അടുത്തല്ലടാ നമുക്ക് വീട്ടിൽ പോയി വരാം. അത് ഭയങ്കര ലോസ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ താഴെയുള്ള പയ്യൻ 8 താഴെയായിരുന്നു നമ്മുടെ മാത്രത്തിന്. അപ്പൊ അവനെന്താണ് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചത്, പക്ഷെ നല്ല മെച്ചം എന്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെസിഡൻഷ്യൽ തന്നെയായിരിക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ പല പേരൻസിനുള്ള വേറൊരു കാര്യം കേട്ടോ. അതായത് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഓഫ് കോഴ്സ് ഫിനാൻഷ്യലി ബേർഡനിങ് ആണ്. അതായത് ഇപ്പൊ എമൗണ്ട് ഉണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെലവുണ്ട്. കാരണം നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് അധ്യാപകരാകുമ്പോൾ നിഷാദ് സാറിനൊക്കെ ചെറിയ പൈസ കൊടുത്താൽ പോരാ. ഓക്കെ, അല്ല സീരിയസ്ലി. അപ്പൊ ആ ഒരു എമൗണ്ട് നമുക്ക് ചെലവ് വരുന്നുണ്ട്, ഹോസ്റ്റലിന്റെയും സംവിധാനങ്ങളുടെയൊക്കെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും കോസ്റ്റ്ലി ആണ്. പക്ഷെ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എൻട്രൻസിന് പോകാൻ ഒരു കുട്ടി ഒരു വർഷം ഏകദേശം എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തോളം രൂപ ചെലവ് കഴിക്കാൻ വരുന്നുണ്ട്. 1 ലക്ഷം ഹോസ്റ്റൽ ഫീസും അടക്കം 2 ലക്ഷത്തോളം വരുന്നുണ്ട്. അത് ഒരു ഉറപ്പുമില്ല എൻട്രൻസ് കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ എന്താ പറയാ, ആ ഒരു വേർഡിനേക്കാൾ മെച്ചാണ് ഞാൻ പറഞ്ഞ ഇന്റഗ്രേറ്റഡിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ എൻട്രൻസിന്റെ റിസൾട്ട് തീരുമാനിക്കുന്നതിൽ മാഷൊക്കെ എൻട്രൻസ് എഴുതിയ ആളാണല്ലോ, വലിയൊരു ഘടകമാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഇപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്കിപ്പോ കൈ ഇങ്ങനെ വിറക്കും. ഒരു വർഷം നാട്ടുകാരുടെ ചോദ്യം, ജൂനിയേഴ്സ് ആയിട്ട് കോളേജ് പോകേണ്ടി വരും. സത്യമാണ്. ഇപ്പൊ എന്റെ എക്സാമിന് ഞാൻ തെറ്റിച്ച 2 ചോദ്യം, ഒന്ന് വീക്ക് ലൈഗാൻഡ്, ക്ലോറിൻ ആണോ സയനൈഡ് ആണോ, എനിക്കിപ്പോ ക്ലോറിൻ ആണെന്ന്. പക്ഷെ പേടിച്ച് തെറ്റിപ്പോവാണ്, ആകെ ബേജാറായിട്ട്. നമ്മൾ ഗേൾസ് ഒക്കെ പലരും നമ്മൾ ഭയങ്കര റാങ്ക് പ്രതീക്ഷിച്ച കുട്ടികൾ, നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഭയങ്കര പ്രഷറും ബോറിംഗും. ആ ഒരു പ്രഷറാണ് ഞാൻ പറഞ്ഞത്. റാങ്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച കുട്ടികളുണ്ട്. അവർ റിസൾട്ട് വരുമ്പോൾ ഗേൾസിലാണ് ഞാൻ മോസ്റ്റ്ലി കണ്ടുള്ളത് കേട്ടോ, മാർക്ക് ഉണ്ടാവില്ല. എന്താ സാർ ആകെ പേടിച്ച് അവിടെ നിന്ന് എഴുതാൻ പറ്റില്ല, കയ്യും കാലും വർക്കായിരുന്നു എക്സാം ഹാളിൽ. വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ അല്ല. നമുക്ക് 10ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇതിനെ പറ്റി അവയർനെസ് ഉണ്ടായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, റിപ്പീറ്റിൽ എൻട്രൻസ് എഴുതുന്ന ഒരു കുട്ടി ഈ അവസ്ഥയിലൂടെ ഓൺ ഗോയിങ് വളരെ കൂളായിട്ടാണ് എക്സാമിൽ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മുടെ ഇവരൊക്കെ സിനാനൊക്കെ പരീക്ഷ കഴിഞ്ഞ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെ ബാച്ച്മേറ്റ് ഒക്കെ ആയിട്ടുള്ള ഓൺ ഗോയിങ് ആയിട്ട് ഈ റെസിഡൻഷ്യലിന് നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് എഴുതി വന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ എക്സാം വളരെ കൂളായിട്ട് എഴുതി. കാരണം എന്താ പോയെന്താ അടുത്ത പോലെ ഞാൻ 1ാം റാങ്ക് കേരളയിൽ വാങ്ങുന്നുള്ളൊരു നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഭയങ്കര കൂളായിട്ടായിരുന്നു എക്സാമിന് അപ്രോച്ച് ചെയ്തത്. അത് നമ്മുടെ റിസൾട്ടിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ചെറിയൊരു ഫാക്ടർ അല്ല. കാരണം ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന, അത് ഉണ്ടാക്കുന്ന ഡേ എന്ന് പറയുന്നത് എൻട്രൻസ് ചെയ്യുന്ന ആ ഒരു ദിവസമാണ്. ദാറ്റ് ഡേ ഈസ് ദാറ്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ദിവസത്തെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഓൺഗോയിങ് സ്റ്റുഡൻസിനാണ്. ഒരു വർഷം എന്നുള്ള അതൊരു ചെറിയ ടെൻഷൻ ഒന്നല്ല അല്ലേ. കാരണം പ്രത്യേകിച്ച് ഒരു 17-18 കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അവിടെ വരും. അത് തന്നെയായിരിക്കും ഒരുപാട് വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. എന്റെയൊക്കെ പല ക്ലാസ്മേറ്റ്സിലും അവര് ഭയങ്കര ഉയർന്ന നാഷണൽ ലെവലിൽ റാങ്ക് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ 8ാം ക്ലാസ് മുതലോ 6ാം ക്ലാസ് മുതലോ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ കോച്ചിങ് തുടങ്ങിയ ആളുകളാണ്. അപ്പൊ നമുക്ക് 6ലോ 8ലോ ഒന്നും നമുക്ക് കോച്ചിങ് കിട്ടിയില്ല എന്നൊന്നും നമുക്ക് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു എൻട്രൻസ് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിന്റെ ശേഷമുള്ള 2 വർഷം പരമാവധി ടൈം സേവ് ചെയ്തുകൊണ്ട് മാക്സിമം സേവ് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി രാവിലെ ഒരുങ്ങി ബസ്സിൽ അങ്ങോട്ടേക്ക് 1 അരമണിക്കൂർ പോയി വൈകുന്നേരം അങ്ങോട്ടേക്ക് 1 അരമണിക്കൂർ, അപ്പോൾ ഈ ബസ്സിൽ തിരക്കുകൾ ഉണ്ടാവും, ബസ് സ്റ്റാൻഡിൽ തിരക്കുകൾ ഉണ്ടാവും. ഒരു ബസ് ചിലപ്പോൾ നമ്മൾ കയറ്റൂല, അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ കൺസെഷൻ ടിക്കറ്റിന് വേണ്ടിയുള്ള തല്ല്, അത് മാത്രമല്ല കുട്ടികളുടെ ഇടയിലുള്ള തല്ല് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് നാട്ടിലുള്ള ഒരുപാട് പ്രശ്നം, അത് വേറെ. പിന്നെ ശരിക്കും പറഞ്ഞാല് പഠിക്കാനാവും കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് ശരിക്കും അത്ഭുതമായി പോയി. അപ്പൊ അവരോട് ഞാന് ഫസ്റ്റ് എക്സാം ഇവിടെ ഇംഗ്ലീഷ് അല്ലേ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഇംഗ്ലീഷ് അല്ലേ കുഴപ്പമില്ല, ഞാൻ ഇന്ന് ലൈവ് കണ്ടോടാ. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു പന്തി കേടുണ്ടല്ലോ. അതിന് ശേഷമുള്ള എക്സാം ഏതാന്ന് അവർക്ക് അറിയില്ല. +2 സയൻസ് പഠിക്കുന്ന കുട്ടിക്ക്
നാളെ ലീവായിട്ട് മറ്റന്നാളത്തെ സബ്ജക്ട് ഏതാന്ന് അവർക്ക് അറിയില്ല. അപ്പം ആ ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ചുറ്റുമുള്ളത് എല്ലാ രീതിയിലും. ഇപ്പൊ അത് നമ്മൾ ഇവിടെ ഒരു ഡിസ്കസ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ പോലും പറഞ്ഞു പോവാണ് നമ്മുടെ ഒരു കൺസേൺ കൊണ്ട്. നമ്മൾ പുറത്തിറങ്ങിയ ഞാൻ സൈക്കിളായിട്ട് ഇങ്ങനെ റൈഡ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ള ഒരു സ്കൂളിന്റെ പരിസരത്തൂടെ റൈഡ് പോവാണ് ഒരു ദിവസം. അവരുടെ മോഡൽ എക്സാം ഉള്ള അന്ന് രാവിലെയാണ്, എക്സാമിന് തൊട്ട് മുമ്പാണ്. നമ്മളൊക്കെ എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് എന്നാൽ കണ്ടുള്ളത് കുട്ടികൾ പരീക്ഷയും പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കാവും. അവിടെ അവർ ചെയ്തു കൂട്ടുന്നത് എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ ആ കുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല, ചുറ്റുപാടുള്ള എൻവയോൺമെന്റ് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പോൾ കയ്യിൽ ഫിനാൻസ് ഉള്ള പേരൻസ്, കാരണം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന കുട്ടികൾ നല്ലൊരു ശതമാനം വളരെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. സത്യമാണ്. പല കുട്ടികൾക്കും ബൈക്കുണ്ട്. അതെ, അവരുടെ ഇൻട്രസ്റ്റ് അങ്ങനെ ആയി പോവാണ്. നമ്മളൊരു സാധനത്തിൽ ഏതിലാണോ നമ്മൾ ഇൻട്രസ്റ്റ് അതിലേക്കാണ് ആ ഇൻട്രസ്റ്റ് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നിടത്താണ് പേരൻസ് സക്സസ് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ഞാനത് വളരെ തുറന്ന് അങ്ങനെ തന്നെ പറയാം, നിങ്ങളെ പാരൻസിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് അവരെ നല്ലൊരു ക്യാമ്പസിനകത്ത് കൊണ്ടുവന്ന് ചേർത്ത് അവരവിടെ നിർത്തി പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇവിടെ അപ്പൊ ഏകദേശം ഇന്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്യൂപോർട്ടിൻ ഇന്റഗ്രേറ്റഡ് സ്കൂളിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കേസ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. അതായത് ഇപ്പം നിഷാദ് സാർ IIT എന്നാണ്, അതേപോലെ ഷിനാസ് സാർ ഉണ്ട്. നിഷാദ് സാറാണ് ഫിസിക്സ് എടുക്കുന്നെങ്കിൽ ഷിനാസ് സാറും IIT മദ്രാസിന്, നിഷാദ് സാറാണ് മാത്സ് എടുക്കുന്നെങ്കിൽ ഷിനാസ് സാർ ഫിസിക്സ് എടുക്കുന്നുണ്ട്. ബയോളജിക്ക് ബിലാല് കോഴിക്കോട്, ഒരുപാട് അധ്യാപകർ ഞാൻ NIT കാലിക്കറ്റ് കഴിഞ്ഞാണ്. അതായത് ഇപ്പം ഞങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഈ സബ്ജക്ട് നോളജിന്റെ കൂടെ തന്നെ ഈ ഒരു എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്തതിന്റെ ഒരു അനുഭവ സമ്പത്തും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഓരോ ചോദ്യം ഇപ്പോൾ ഷിനാസ് സാറൊക്കെ ഈ ചോദ്യം ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് പഠിക്കും ഈ ഒരു മോഡലിൽ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ അഡാപ്റ്റ് അല്ലേ. അതെ, അഡാപ്റ്റ് ലേണിംഗ് പറഞ്ഞതിന് മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താ അറിയോ, മറ്റൊരു ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ സബ്ജക്റ്റേ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മാനസികാവസ്ഥ മനസ്സിലാവും. ഒരു കുഞ്ഞിന്റെ നമ്മൾ അതിലൂടെ കടന്നു പോയപ്പോൾ അനുഭവിച്ച അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ പരിഗണിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചത്. അതുപോലെ ഡൗട്ടുകൾ ചോദിക്കുന്ന സമയത്ത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നെന്നുള്ളൊരു അമ്പരപ്പ് നമുക്ക് ഉണ്ടാവാറില്ല. കാരണം ആ ഡൗട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, അപ്പൊ ചില പോർഷനൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ പഠിപ്പിക്കും നമ്മൾ, ഇതിപ്പം നിനക്ക് മനസ്സിലാവില്ല, അത് ട്രിഗ്നോമെട്രി പഠിച്ചാലേ മനസ്സിലാവും ചിലപ്പോൾ നമുക്ക് പറയാം. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഇതായതുകൊണ്ടാട്ടോ ഞാൻ അഡാപ്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ വീണ്ടും പറയുന്നത്, ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അല്ലേ നമുക്ക് കുട്ടികളോട്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവരുടെ കൂടെ പോയി തുള്ളുന്നു നൈറ്റ് DJ. അതായത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക വേണം. നമ്മൾ അവരുടെ ആ ഒരു സാധനം നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ മോട്ടിവേഷൻ എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അവര് ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ എടാ ഞാനും ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിഷാദ് സാറോ ബിലാലോ പറയാൻ എന്തുണ്ടാവും. അതെ, അവർക്ക് ആ ഒരു ട്രസ്റ്റ് വരും, ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ഒരു ഹോപ്പ്, കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് അവരുടെ ഒരു ഫ്രണ്ട്ലി, നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് ചെയ്യും. നമുക്ക് അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, ആ അറിവ് എങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. അതെ അതെ, തീർച്ചയായും. സെക്കൻഡ്, നമ്മൾ അഡാപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ടെക്നോളജിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുട്ടിയും ഒരു സബ്ജക്റ്റിനെ ഗ്രഹിക്കുന്നത് അവൻ പെർസീവ് ചെയ്യുന്നത് വ്യത്യസ്ത ലെവലിലായിരിക്കും. നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു സബ്ജക്റ്റ്, ഒരു ടീച്ചറുടെ ക്ലാസ് കേൾക്കുന്നു, ഒരു ടീച്ചറുടെ നോട്ട് വായിക്കുന്നു, പക്ഷെ എല്ലാ കുട്ടികൾക്കും ഒരേ മാർക്കല്ല, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല എക്സാം ഗീവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും മനസ്സിലാക്കുന്ന ലെവൽ വ്യത്യസ്തമാണ്. അത് നമ്മൾ ഓരോ കുട്ടിയെയും അതിൻ്റെ ഹൈ ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ ടീച്ചറെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും യഥാർത്ഥത്തിൽ. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ഉയരത്തിലേക്ക് എത്താത്തത്. അപ്പോൾ നമ്മുടെ ഈ അഡാപ്റ്റീവ് ടെക്നോളജിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഓരോ കുട്ടിയും ഏത് ലെവലിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ അൽഗോരിതത്തിൻ്റെ സഹായത്തോടെ, കാരണം ആ കുട്ടി പ്രോബ്ലം ചെയ്യുന്നത്, ആ കുട്ടി വായിക്കുന്നത്, ആ കുട്ടിയുടെ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ ആപ്പിൻ്റെ സഹായത്തോടെ. അപ്പോൾ നമ്മുടെ ആപ്പിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ കുട്ടി ഇന്ന ഭാഗത്ത് വീക്കാണ്, ഇയാൾക്ക് ഈ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത ആ ടൈപ്പ് പ്രോബ്ലങ്ങൾ തന്നെ അയാൾക്ക് കുറേ അധികം കൊടുക്കും. അതിൻ്റെ ലെവൽ ഇങ്ങനെ ഗ്രേഡ് കയറ്റി ഒരു അപ്പ് ലെവലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ എല്ലാവരെയും പൈപ്പിംഗ് ചെയ്ത് ഒരേ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ടീച്ചർ, കോമൺ മെറ്റീരിയൽ അല്ല പോവുക. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു സാധനമാണ് ഈ ഒരു സമയത്ത്, അതായത് ഇപ്പം നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന മാർച്ച് ഫസ്റ്റ് വീക്കാണ്. ഇപ്പൊ നീറ്റിന്റെ ആസ്പിറൻസ് ആയിക്കോട്ടെ, JEE Phase 2 നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും.
പക്ഷെ കുട്ടികളുടെ മെയിൻ പ്രോബ്ലം ഞാൻ ഏതൊക്കെയാണ് വീക്ക് ഏതൊക്കെയാണ് സ്ട്രോങ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഓർമ്മയില്ല. അതെ. അതിലും ചിലപ്പോൾ എന്തായിരിക്കും മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ ഒരു റിലേറ്റീവ് മോഷൻ മാത്രമായിരിക്കും അവന് ടഫ് ഉണ്ടാവും. പക്ഷെ അവൻ പറയും മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എനിക്ക് പ്രശ്നമാണ്, ഫുൾ അതുമല്ല ഇരുന്ന് പഠിക്കും. പക്ഷെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റം പറഞ്ഞാലും മോനെ നീ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണ്, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ മൂന്നാമത്തെ ടോപ്പിക്ക് നീ ഒന്നും കൂടെ നോക്കണം. അപ്പൊ ഒന്ന് നോക്കിയാലോ ചോദിച്ചാൽ അതിലെ പ്രോബ്ലം ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും. പലപ്പോഴും പ്രശ്നം അതാണ്, നമ്മൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ നമുക്ക് ഒരുപാട് സമയം പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു എക്സ്റ്റേണൽ സിസ്റ്റം നമുക്ക് കണ്ടെത്തി തന്നാല് അത് റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. എഡ്യൂബോട്ട് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് അധ്യാപകർക്കോ സംവിധാനങ്ങൾക്കോ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി ഈ അഡാപ്റ്റ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ തന്നെ. അതേപോലെ തന്നെ റിവിഷൻ സ്കീം പല കുട്ടികളുടെയും മറ്റൊരു പ്രശ്നമാണ് എന്ത്, അവർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകും. ജൂണിൽ പഠിച്ചത് ജൂലൈ ആകുമ്പോഴത്തേക്ക് നടക്കും, ജൂലൈയിൽ പഠിച്ച ഓഗസ്റ്റ്. പക്ഷെ നമ്മളെന്താണ് ആ റിവിഷൻ എഞ്ചിൻ എന്ത് ചെയ്തോളും, ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വന്നുകൊണ്ടേയിരിക്കും. ഞാൻ തെറ്റിപ്പോയാൽ എന്താ ശരിയാക്കാം. അപ്പം ശരിക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആണെങ്കിലും എന്താണ് 2 വർഷത്തെ ജേണിയാണ്. അതായത് ജൂണിൽ തുടങ്ങുന്നത് അടുത്ത വർഷത്തെ ശേഷമുള്ള ഏപ്രിലാണ് ഇവർ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ അതിങ്ങനെ റിവിഷനിൽ ആ എഞ്ചിനിൽ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ലൂപ്പിൽ കൊണ്ടുവരുമ്പോൾ എന്താ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം അഡാപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ടെക്നോളജി തന്നെയാണ് എന്ത് ലേണിംഗ് ഇതിൽ വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചേക്കാട്ടോ, ഇവർ ഈ അഡാപ്റ്റ് ഒക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പഠിക്കുന്ന എല്ലാ കുട്ടിക്കും നീറ്റ് കിട്ടണ്ടേ അല്ലെങ്കിൽ ജെഇ കിട്ടണ്ടേ. അങ്ങനെയല്ല, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ ഈ അഡാപ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ മറ്റേത് സ്ഥാപനത്തെക്കാളും സക്സസ് റേറ്റ് ഇരട്ടി സക്സസ് റേറ്റ്. എനിക്കത് എക്സാക്ട്ലി 100% കോൺഫിഡൻസോടെ പറയാൻ പറ്റും. ഇരട്ടിയിലധികം സക്സസ് റേറ്റ് നമുക്കുണ്ട്. അതായത് ബാക്കി സ്ഥലത്ത് 100 കുട്ടികൾ പരീക്ഷ എഴുതി 3 കുട്ടിക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് 100 കുട്ടിയിൽ നിന്ന് 6 കുട്ടിക്ക് റിസൾട്ട്. എഫിഷ്യൻസി. ഇതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പം ജെഇക്കാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഒരു 5% എന്താണ് അഡാപ്റ്റ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. നിങ്ങളിപ്പം 70% കിട്ടാനുള്ള പഠിത്തം നിങ്ങൾ പഠിച്ചാൽ അതൊരു 75 ഹെൽപ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. 90%, 95% ഓൾമോസ്റ്റ് ഒരു 99 അടുത്ത് എന്ത് നിങ്ങൾക്ക്. അതേപോലെ നീറ്റിനാണെങ്കിൽ മിനിമം ഒരു 50 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ രീതിയിൽ നമ്മുടെ അടുത്ത് പഠിക്കുന്നതിലൂടെ അധികമായിട്ട് കിട്ടും. പിന്നെ മറ്റൊരു സാധനമാണ് റെസിഡൻഷ്യൽ ക്യാമ്പസ്. അതായത് എല്ലാ സ്ഥാപനങ്ങളിലും ശരിക്കും ഹോസ്റ്റലൊക്കെ ഉണ്ടാവും. പക്ഷെ മിക്ക സ്ഥാപനങ്ങളിലും എന്തായിരിക്കും ക്ലാസ് റൂമും ഹോസ്റ്റലും തമ്മിൽ അത്യാവശ്യം ദൂരം ഉണ്ടാവും. അതേസമയത്ത് എഡ്യൂപോർട്ടിന്റെ കേസിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നും ഹോസ്റ്റലിലേക്ക് ഓൾമോസ്റ്റ് 1 മിനിറ്റ് നടക്കാനുള്ള ദൂരം. ഇതിന്റെ അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്ക് ഒരു അരമണിക്കൂറാന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിലേക്ക് വരാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 1 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ. ബാക്കി ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതും അതിന്റെ യാത്രാക്ഷീണമൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു 200 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവും. 200 ദിവസം 200 മണിക്കൂറാണ്. റെസിഡൻഷ്യൽ ആകുമ്പോൾ 200 അല്ല 400. റെസിഡൻഷ്യൽ ആകുമ്പോൾ അത് 400 മണിക്കൂറാണ്. ഒരു കുട്ടി ഒരു ദിവസം ഒരു 5 മണിക്കൂറാണ് ആവറേജ് പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് 80 ഡേയ്സ്. 80 ദിവസം പഠിക്കാനുള്ള സമയമാണ് ഇന്ന് കുട്ടിക്ക് നഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി 80 ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ എന്തില്ല സാധനം കിട്ടാനുള്ള അല്ലെങ്കിൽ 80 ദിവസം അധികം പഠിക്കുകയാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നതോടെ ഒരു കുട്ടിക്ക് അഡ്വാൻറ്റേജ് കിട്ടാണ് ഒരു 80 ഡേയ്സിന്. അപ്പം ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിലബസാണ്, കേരള സിലബസ്. പലപ്പോഴും CBSE വേഴ്സസ് ഇത് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പരിചയമുള്ള ഒത്തിരി കുട്ടികൾ 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് ഇന്റഗ്രേറ്റഡ് സ്കൂൾ CBSE സിലബസ് ആയതുകൊണ്ട് അവിടെ ചേർന്ന് പഠിക്കും. അപ്പം അവരുടെ പ്രധാന പ്രശ്നം കിട്ടാതാവുമ്പോൾ ജസ്റ്റ് അവരെന്ത് ചെയ്യും, ഇതിന്റെ തൊട്ടുതായി ഇപ്പം നീറ്റിന്റെ കേസിൽ 650 മാർക്കെങ്കിൽ അവർക്ക് 600+ ഉണ്ടാവും. അപ്പൊ അവര് പറയും സാറേ ജനുവരി മുതൽ അല്ലെ ഡിസംബറോട് കൂടി പഠിത്തം എൻട്രൻസിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല, ഫുള്ളി ബോർഡ് എക്സാമിനാണ്. ആ ലെവലില് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്. അതായത് ഓൺ ഗോയിങ് സ്കൂളുകൾ CBSE സിലബസ് ചൂസ് പ്രത്യേകിച്ച് ഇപ്പം CBSE തന്നെ പഠിക്കുന്ന കുട്ടിക്ക് അവന് വലിയ പ്രയാസം ഉണ്ടാവും, പണ്ട് മുതൽ ആ ലെവലിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടിക്ക് അത്ര എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാനാവില്ല. CBSE +2ന്റെ ഇതില് അത് എൻട്രൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റണം. ചിലതൊക്കെ ജെഇ ലെവലൊക്കെ എൻട്രൻസ് ഒരു മുഖ്യ ഫോക്കസ് ആയിട്ട് എടുക്കുമ്പോൾ പിന്നെ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ നമ്മളെ റംഷാദൊക്കെ അവര് കഴിഞ്ഞ നീറ്റ് ആയിരുന്നു, അവൻ +2യുടെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടത് +2 മാത്സിനുള്ള ഒരാഴ്ച സ്റ്റഡി ലീവിന്റെ സമയത്താണ്. അവൻ എന്നിട്ട് ഫുൾ മാർക്ക് ഉണ്ട്, സ്റ്റേറ്റ് ആയതുകൊണ്ട് പോസിബിൾ ആണ്. അപ്പം ആ ഒരു സാധനം, അതായത് ബോർഡ് എക്സാമിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേണ്ടി വരില്ല. അതായത് നിങ്ങൾ ബോർഡ് സിലബസ് വെച്ചിട്ടാണ് ഈ ഓൺ ഗോയിങ് പഠിക്കുന്നതെങ്കിൽ അതും വളരെ ഞങ്ങളത് ബോധപൂർവ്വം ചൂസ് ചെയ്താണ്. പ്രത്യേകിച്ച് ഒത്തിരി കുട്ടികൾ എന്താണ് ഈ ഒരൊറ്റ റീസൺ കാരണം ജസ്റ്റ് മിസ് ആയി പോയിട്ടുണ്ട് ബോർഡ് എക്സാമിന്റെ. ബോർഡ് എക്സാമിനെ പറ്റിയുള്ള കൺസേൺ നമുക്ക് അത്രയും കുറയ്ക്കാം. അപ്പൊ ആ എഫേർട്ട് കൂടി നമുക്ക് എൻട്രൻസിലേക്കോ ജെയിലേക്കോ അവരുടെ കൊടുക്കാം. അപ്പം
ഇനിയിപ്പോ നമ്മൾ കവർ ചെയ്യേണ്ട എന്തെങ്കിലും പോർഷൻസ് ഉണ്ടോ? ഇല്ല, ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, നമ്മളുടെ അടുത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ഉണ്ട് കേട്ടോ. നമ്മൾ റെസിഡൻഷ്യൽ സ്കൂളിൽ പറ്റി ഇപ്പോൾ പഠനത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് മാത്രമൊന്നുമല്ല, വൈകുന്നേരം നമ്മൾ കളിക്കാറുണ്ട്, ഞങ്ങളും കൂടാറുണ്ട് കളിക്കാൻ. നമ്മളും കൂടാറുണ്ട് ഇടയ്ക്ക് ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ. അതെ, കാരണം അത് ഏത് സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ട്. അതായത് അതെന്തിനാണെന്ന് വെച്ചാൽ അവരുടെ മെന്റൽ ഹെൽത്ത് കൂടെ മാറ്റർ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ചിലപ്പോൾ ഞങ്ങൾ കളിക്കാൻ കൂടും, വൈകിട്ട് കളി ഉണ്ടാവും, കളിക്കാൻ കൂടും. ചിലപ്പോൾ കൊല്ലത്തിൽ ഒരു ദിവസം അവരുടെ ആനുവൽ ഡേക്ക് അവർ ഡാൻസ് കളിക്കുമ്പോൾ അവരുടെ കൂടെ ഡാൻസ് കളിക്കാനും ഞങ്ങൾ ഉണ്ടാവും. പക്ഷേ അവർ പഠിക്കുന്നില്ല എന്ന് ഞങ്ങൾ പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്തും. അവർ മോറലി, ധാർമ്മികമായി അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കുട്ടികൾ തോന്നിയപടി നടക്കുന്ന ക്യാമ്പസ് ആവരുത്. ഒരു കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ്, സ്കൂളിൽ നടക്കേണ്ട എല്ലാ ഡെവലപ്മെന്റും. അതെ, ഒരു സ്കൂൾ നടക്കാത്ത പല കാര്യങ്ങളും കൊടുക്കാൻ കൂടി നമുക്ക് പറ്റണം എന്നുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ നടക്കേണ്ടുന്ന അപ്പൊ ആ ഒരു മോറൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ, അത്തരം വാല്യൂസ് കൂടെ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ നമ്മുടെ റെസിഡൻഷ്യലിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അവിടെ കുട്ടികൾ ഓരോ ദിവസം നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ 2 മണിക്കൂർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. അതും കൂടി അതിന്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലൊരു കോംപ്രിഹെൻസീവായി ഉള്ള ഒരു ഡെവലപ്മെന്റ് നിങ്ങളുടെ കുട്ടികളുടെ മാർക്കിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഒക്കെ ഉറപ്പു തരുന്ന ഒരു സംവിധാനമായിരിക്കും നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ്. ഞാനെപ്പോഴും പറയാറുള്ളത്, നിങ്ങളെ മക്കളെ എഡ്യൂപോർട്ടിന്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വിടുമ്പം 2 വർഷത്തിന് ശേഷം അവരൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഡോക്ടർ ആവുന്നതോ അല്ലെങ്കിൽ NIT IIT അഡ്മിഷൻ കിട്ടുക എന്നതിനേക്കാൾ ഉപരി ഇതൊരു തപസ് പോലെയാണ്. എന്താണ്, 2 വർഷം കഴിയുമ്പോൾ എന്താണ് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്, വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന മക്കളായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു തരുന്നതായിരിക്കും. സോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനും അഡ്മിഷനുമായിട്ട് താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ പോവാല്ലേ.